ഇപ്പോഴത്തെ സിറ്റുവേഷൻ പണ്ടത്തേക്കാളും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡിറ്റി വന്നു. പണ്ടത്തേക്കാളും ആൾക്കാർ ഓപ്പൺ ആയിട്ട് സെക്ഷുവാലിറ്റീനെ ഇത് ചെയ്യുന്നതുകൊണ്ട് പല ഓറിയന്റേഷൻ, അതായത് ഇപ്പോൾ സ്ത്രീകൾ സ്ത്രീകളുടെ കൂടെ പുറത്തു പോകുന്നതും പുരുഷന്മാരുടെ കൂടെ പോകുന്നതും ഗ്രൂപ്പായിട്ട് 5-6 ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി പോകുന്നതും ഒക്കെ നമുക്കിപ്പോൾ കാണുകയും ചെയ്യാം. ഇറ്റ്സ് ഹാപ്പനിങ്. അപ്പോൾ അതിനെ നമുക്ക് കണ്ണടച്ച് ഇതൊന്നുമില്ല കൾച്ചറലി എന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞുപോയി. അതിന് പകരം പേരൻസ് കുറച്ചും കൂടെ ഓപ്പണായിട്ട് ഒക്കെ മിണ്ടി കുട്ടികളോട് സംസാരിച്ച് ഒരു സേഫായിട്ട് കൊണ്ടുപോകണം നല്ലത്. ആക്ച്വലി ഒരു മൂവി, പഴയ സിനിമയാണ് സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ഒരു പാട്ടുണ്ട് ആക്ച്വലി. അല്ല, ഐ ആം 16, അത് കേട്ടിട്ടുണ്ടോ? അതായത് അതിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരാളുമായിട്ട് ഒരു അഫെയർ പോലെ ഉണ്ട്. അപ്പം ആ ലേഡി അവരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പം നിനക്കിപ്പോൾ 16 years ആണ് എന്ന് പറഞ്ഞിട്ട് ഐ ആം 16 ഗോയിങ് ഓൺ 17 ഫെലോസ് വിൽ ഫോൾ ഇൻ ലൈൻ. അതായത് ഞാൻ 16 ഗോയിങ് ഓൺ 7 ആൾക്കാരിങ്ങനെ ലൈനായിട്ട് നിൽക്കും. അപ്പം ഇത് കഴിഞ്ഞുള്ള കണ്ടിന്യൂഷനിൽ പറയണത് ഇതുണ്ടാവും, ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് ക്രോസ് ആകുമ്പോൾ ആ ഒരു ഇത് പോവും. അപ്പോൾ ടീനേജേഴ്സിന് ആ ഏജിൽ ശരീരം നിറച്ച് ഹോർമോണാണല്ലോ. അപ്പം നമുക്ക് അട്രാക്ഷൻ തോന്നണം, ക്രഷ് തോന്നുന്നതും കോമൺ ആണ്. പക്ഷെ അത് പലപ്പോഴും ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് നന്നായിട്ട് പോകണമെന്നില്ല.